നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ് പ്രൊസീഡ്. ഇപ്പോൾ ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമാണ്. ഇപ്പോഴും ആണ്. എന്താണ് ശാലിനി വിഷ്ണുവിന് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ എനിക്ക് പറയാനുള്ളത്, നിരപരാധിയായ എന്റെ ഹസ്ബൻഡിനെ ഒരു കൊലക്കേസിൽ തന്റെ അധികാരം ഉപയോഗിച്ച് ഉൾപ്പെടുത്തുകയും അതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി കഷ്ടപ്പെടുത്തുകയും ചെയ്ത ACP ചന്ദ്രബോസിനെ കുറിച്ച് തന്നെയാണ്. അത് അത്യന്തം ക്രൂരമായ കാര്യങ്ങൾ തന്നെയാണ്. ഡിഫൻസ് വക്കീൽ അതുകൊണ്ട് തന്നെയാണ് അത്രയും വിശേഷണങ്ങൾ ചന്ദ്രബോസിനെതിരെ പറഞ്ഞതും. മധുശ്രീയും ചന്ദ്രബോസും ചേർന്നാണ് എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്തത്. കാർത്തിക അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് എനിക്ക് ലഭിച്ചതും ഇരുവരും ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാണ്. അതെങ്ങനെ അവിടെ എത്തിയെന്നുള്ളത് മരണപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ ഈ കാർത്തികയുടെ മൊഴിയിൽ നിന്നും വളരെ വ്യക്തമാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ് പ്രൊസീഡ്. യുവർ ഓണർ, ഇതൊക്കെ ഇവിടെ ഓരോരുത്തരായി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പുതുതായി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടോ? വെറുതെ കോടതിയുടെ വിലപ്പെട്ട സമയം കളയുന്നത് എന്തിനാ? പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഈ കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന രീതിയിലാ. ഉയർത്തിക്കൊണ്ടുവന്ന കള്ളങ്ങൾ കൊണ്ട് തീർത്ത ഒരു കൂറ്റൻ വൻമല വെറും കളിമണ്ണായി ചിന്നിച്ചെതറി നിലം പരിശായപ്പോ പിടിവള്ളിയായി കയറി പിടിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയത്തെയാണ്. കഷ്ടം. ഒരു മനുഷ്യന് അധപ്പതിക്കാം, പക്ഷേ ഇങ്ങനൊരു അധപതനം അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. പറയൂ, എന്താണെങ്കിലും തുറന്നു തന്നെ പറയൂ. സത്യം തുറന്നു പറയാനുള്ള ഏക സ്ഥലവും ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്. കോളിളക്കം സൃഷ്ടിച്ച പല കേസുകൾക്കും തുമ്പുണ്ടാക്കുകയും കുറ്റവാളികളെ വേഗത്തിൽ വലയിലാക്കുകയും ചെയ്ത സമർത്ഥരായ പോലീസ് ഓഫീസർമാർ നമുക്കുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അപമാനവും മാനക്കേടുമാണ് ചന്ദ്രബോസ് എന്ന ACP. വിഷ്ണുവേട്ടൻ എന്റെ അമ്മ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം, അതും അവരൊരു കാരണം ഉണ്ടാക്കുകയായിരുന്നു. വിഷ്ണുവേട്ടൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ അമ്മയോട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ പോയിസൺ ചേർത്ത് വിഷ്ണുവേട്ടന് നൽകി. ഞാൻ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ എന്റെ വിഷ്ണുവേട്ടൻ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. അതിന്റെ ബ്രെയിൻ, അത് ചെയ്തത് നിയമം സംരക്ഷിക്കേണ്ട, നിയമം സത്യസന്ധമായി നടപ്പിലാക്കേണ്ട അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലിരിക്കുന്ന ചന്ദ്രബോസ് ആണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുകയാണ്. പോലീസ് സേനയ്ക്ക് മുഴുവൻ കളങ്കം ചാർത്തുന്ന ഈ ഉദ്യോഗസ്ഥൻ വ്യക്തിവൈരാഗ്യം തീർക്കാൻ തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. താങ്ക് യു. ചെയ്തു എന്ന് പറയാം, അതാർക്കും പറയാം. പക്ഷേ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. തെളിവ് എന്തെങ്കിലും ഉണ്ടോ? തെളിവുണ്ട് യുവർ ഓണർ. സ്റ്റേഷനിൽ ചന്ദ്രബോസ് ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.